സൈലൻസ്. നാൻസി എവിടെ? അവള് പനിയാ തലവേന എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ കിടന്നു. ആണോ? അതെ മാം. സിസ്റ്റർ ഒന്ന് പോയി നോക്കിയേ. സൈലൻസ്. നാൻസിക്ക് എന്ത് പറ്റി? അവൾക്ക് തലവേനയാ. അയ്യോ സിസ്റ്റർ വിളിക്കില്ല. അവളിപ്പോ കിടന്നേ ഉള്ളൂ. അവൾക്ക് നല്ല തലവേനയുണ്ട്. ആണോ? ഇപ്പോൾ വിളിച്ചാൽ മിക്കവാറും മെനക്കേടാവും. നമ്മള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. എന്നാ ഞാൻ രാവിലെ ഒന്ന് വിളിച്ചോളാം. ശരി. ശരി. രക്ഷപ്പെട്ടു. എന്തായി? മധുര അവൾക്ക് തീരെ വയ്യ, പനിയാണെന്ന് തോന്നുന്നു. പോച്ചു മൂടി കിടന്നുറങ്ങോ? ശരി. അപ്പൊ നിങ്ങൾ ഓർക്കും ഞാൻ എവിടെയാന്ന്. ഞാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ കാണാൻ വന്നേ. കണ്ടോ? കർണാടകയിലെ ബെല്ലാരിയിലുള്ള ഒരു പോത്ത് കച്ചവടക്കാരൻ, പേര് രാജ. ബെല്ലാരി പോയാ? എന്റെ സ്കൂട്ടർ നീ വെക്കണോ അതോ ഞാൻ വെക്കണോ? പറയാടാ, കോസ്റ്റ്യൂം എടു. ഓ ആയിക്കോട്ടെ. റിപ്പർ തല്ലിക്കൊന്ന മദറിന്റെ പ്രേതമല്ല, സാക്ഷാൽ റിപ്പർ വന്നാൽ പോലും എനിക്കൊരു ചുക്കുമില്ല. സണ്ണി ചേച്ചിയെ കണ്ടു മടുത്തു. പുതിയ ഐറ്റം വല്ലതും ഉണ്ടോ എന്ന് നോക്കിക്കളയാം. നന്നോ? കള്ളിക്കട. എന്തൊരു വീര്യ! മനുഷ്യരെ പേടിപ്പിക്കാനായിട്ട്. ഉറങ്ങനല്ലേ? ഓക്കെ. ചേട്ടാ, അയ്യോ, ഇതെന്താ മഴയോ? എന്ത് പറ്റി? എന്താ? അയ്യോ ചേട്ടൻ ഞാനാ. ഞാൻ കണ്ടു. ആരെ കണ്ടുന്ന്? അയ്യോ, റിപ്പർ തല്ലിക്കൊന്ന മദറിന്റെ പ്രേതത്തെ ഇന്നലെ ഞാൻ കണ്ടു. എന്താടി അവിടെ? ആർക്കൊന്ന് ക്ലാസ്സിലോട്ടൊന്നും പോണ്ടേ? മദറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് അങ്ങോട്ടും കുറച്ച് പറയാനുണ്ട്. റൂമിലോട്ട് വാ. മദറേ, എനിക്കൊരു പരാതിയുണ്ട്. തന്നെ കുറിച്ച് എനിക്കും പരാതിയുണ്ട്. എന്ത് പരാതി? പുറകോട്ടേക്ക്. താനിവിടെ വന്നിരിക്കുന്നേ കള്ളുടിക്കാനല്ല. തന്റെ ക്യാബിന്റെ അവിടെ നിന്ന് 2 കാലി കുപ്പി കിട്ടിയല്ലോ. 2 കാലിക്കുപ്പി കിട്ടിയെന്നോ? അയ്യോ, എങ്കിലേ അതാ റിപ്പർ കൊന്ന മദറിന്റെ പ്രേതം കൊണ്ട് ഇട്ടതായിരിക്കും. റിപ്പർ കൊന്ന മദറോ? ഇന്നലെ കൂടി ഞാൻ കണ്ടതാ. ഇമാതിരി കള്ളക്കഥകൾ പറഞ്ഞ താൻ ഇവിടെ കാണേല. കണ്ട കാര്യം കണ്ടതുപോലെ ഞാൻ പറയും. മദറിന്റെ ഈ വേഷം ഇട്ടോണ്ട് മതിലിന്റെ മുകളിൽ കൂടെ റിപ്പർ കൊന്ന മദറിന്റെ പ്രേതം പോകുന്നത് ഞാൻ കണ്ടതാ, എന്റെ ഈ കണ്ണുകൊണ്ട്. എത്ര മണിക്കാ കണ്ടേ? ഒരു 11, 11:30, 12 മണിയായി കാണും. താൻ പൊക്കോ. ഈ പ്രേതത്തെ ഞാൻ പൂട്ടിക്കോളാം. പെട്ടെന്ന് പൂട്ടിക്കോ, അല്ല മദറിന്റെ കാര്യം പോക്കാം. കാത്തി, നിങ്ങൾ ഓർക്കും ഞാൻ സൂര്യ നമസ്കാരം ചെയ്യാന്ന്. ഒന്നുമല്ല, വെറും ഷോ. ഒരു സുഖം.
നശിപ്പിച്ചു. എന്താ നിന്റെ മദർ വിളിക്കുന്നു. കൂടെ ആ കാത്ത സിസ്റ്ററും താഴെ വന്നിട്ടുണ്ട്. പണി പോലെയോ? ആ ഞാൻ വന്നോളാം, പൊക്കോ. ആ വന്നാ മതി. അറിയാലോ മദർ ഭയങ്കര സ്ട്രിക്റ്റാ, ഡിസിപ്ലിൻ മസ്റ്റാ. ഗുഡ് മോർണിംഗ്. എന്തിനാണ് വിളിച്ചേ? നീ ഇതെവിടെയായിരുന്നു? ഞാൻ അവിടെ ഹോസ്റ്റലിൽ. ഞാൻ വരെ എവിടെ ആ മദർ അന്വേഷിക്കുന്നുണ്ട്, നീ അങ്ങോട്ട് ചെല്ലേ. ആണല്ലേ? വാ, ഇവളൊന്നും കൊണ്ട് പഠിക്കരുത് കേട്ടോ. നോ ലവ് നോ ഒളിച്ചോട്ടം. ഇങ്ങോട്ട് ഇറങ്ങടി. എത്രയായി? 50 രൂപ 50 രൂപയോ? ദേ എന്റെ ആളാ, കളിക്കാതെ കാശെടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, നിന്റെ ചേട്ടൻ ഇവിടുത്തെ എസ് ഐ ആയിട്ടുണ്ട്. നിന്നെ ഇങ്ങോട്ട് മാറ്റിയതിന്റെ കാര്യം അറിയാമല്ലോ. അടങ്ങി നിന്നോണം. ഇവിടെ പല പെൺപിള്ളാരും കാണും വില്ലത്തിമാരായിട്ട്. അവരുടെ കൂടങ്ങാനും കൂടി വല്ല വള്ളിക്കിട്ട ചുള്ളിക്കിട്ട എടുത്തിട്ടുണ്ടോ കൊല്ലും നിന്നെ ഞാൻ. ശരിയാ? ആരാ? നീ ആരാ? ഞാൻ അവിടെ ഒക്കെ ഇവിടെ എന്താ പരിപാടി? ഇവിടെ ചേർക്കാൻ വന്നതാ. എന്റെ മരുമോളാ. താനേതാ? ഇവിടുത്തെ എസ്ഐയുടെ അനിയത്തിയാ ഇടിയൻ. അതിന് അതിന് നിന്നെ ഞാൻ അലമ്പണ്ടാക്കില്ലേ? അതെ അമ്മാവൻ ഇത്തിരി ചൂടനാ. സോറി ഫോർ അതൊക്കെ അവിടെ കേട്ടെ. ഇയാള് ലാലയുടെ ഫാനാണോ മമ്മൂക്ക ഫാനാണോ? എനിക്ക് രണ്ടുപേരും ഇഷ്ടാ, പക്ഷെ ഞാൻ ലാലട്ട് ഫാനാ. ഓൾ ദി ബെസ്റ്റ്. കാണാം. എടി നിന്റെ പേരെന്നാടി? നാൻസി റാണി. നാൻസി റാണി. ആ പിന്നെ ഞാൻ മമ്മൂക്കപ്പാനാ. ആ ചെറുതല്ല അങ്ങനെ ഇത്രയും ഗ്ലാമർ. ഗ്ലാമറോ? എനിക്കോ? ദേ എന്റെ കൊച്ചിനെ നോക്കിക്കോ. അത് ഞാൻ മാമന്റെ മോള് വാ. പോട്ടെ. വൈൻ കുടിക്കോ? ക്ലാരമ്മ വിളിച്ചായിരുന്നോ? എന്താ നിന്റെ ഉദ്ദേശം? ഹോസ്റ്റലിൽ വിട്ടു പോകാൻ പ്ലാനൊന്നുമില്ലേ? അറിയാലോ, ക്ലാരമ്മയെ കാണാത്ത ഒരു സിരിക്കാൻ എനിക്ക് എന്ത് ബുദ്ധിമുട്ടായി. അയ്യോ, ഒരുപാട് പതപ്പിക്കല്ലേ. നീ ഒറ്റ ഒരുത്തി കാരണോ ഇവിടത്തെ പിള്ളേർ കുരുത്തക്കേട് കാണിക്കുന്നേ. പോരാത്തതിന് അവളുടെ സിനിമാ പ്രാന്തും. നിന്നെ ഒരുത്തിയെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെ ഈ 10-100 പിള്ളേരെ കൺട്രോൾ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് വികാരി അച്ഛൻ എന്നെ കളിയാക്കിയപ്പോഴേ തൊലി ഉരിഞ്ഞു പോയി. പോട്ടെ, എൻ്റെ അപ്പൻ്റെ നാടകപ്രാന്താ നിനക്ക് കിട്ടിയേക്കുന്നേ. എന്നിട്ട് സിനിമ എന്തെങ്കിലും കിട്ടിയോ? അതും അങ്ങനെ പറയരുത്. ഒരു നാൾ എനിക്ക് വല്ല ശരിയാവും. ഒരു നാളാവാൻ മോള് കാത്തിക്കണ്ട. കോളേജ് പൂട്ടിയാലും ഹോസ്റ്റലിൽ വിട്ട് നേരെ തറവാട്ടിലോട്ട് പൊക്കോണം. ഇന്നലെ മതിലിന്റെ മുകളിൽ ഒരാളെ കണ്ടു എന്നാ സെക്യൂരിറ്റി പറഞ്ഞേ. കള്ളന്മാരും ആയിരിക്കും അല്ലേ? പണ്ട് ഈ വടത്തിലല്ലേ ഏതോ മറ്റേ റിപ്പർ കയറി മദറിന്റെ തലക്കടിച്ചു വന്ന്. ക്ലാരമ്മ ഒന്ന് സൂക്ഷിച്ചേട്ടോ. നൈറ്റി സൂക്ഷിച്ചാൽ മതി. നമ്മളായിട്ട് വെറുതെ എന്തിനാ? ഇതൊക്കെ ഇന്നലെ കണ്ട സിനിമയിലെ സീനായിരിക്കും അല്ലേ? സിനിമ? ഞാൻ സിനിമയൊന്നും കണ്ടില്ല. പോടുന്നു. പെട്ടെന്ന് പോവാൻ നോക്ക്. സമയത്തിന് ഇന്നെങ്കിലും ക്ലാസ്സിലെത്തട്ടെ. കുരുത്തം കിട്ടുള്ളൂ. ഓ എന്റെ ഈശോയെ, ഞാൻ എത്ര നാളായിട്ട് പറയുക, കർത്താവിനോട് ഒന്ന് റെക്കമെൻഡ് ചെയ്ത് അവളെ എനിക്കൊന്ന് സെറ്റാക്കി താ പ്ലീസ്. ഡെഡ് ബോഡീസ് നിങ്ങളോടൊന്ന് പറയണേ, ഓക്കെ? ആ പിന്നെ വന്ന കാര്യം മറന്നുപോയി. നമ്മുടെ ഫാമിലി കപ്പിൻ്റെ ഫൈനൽസ് ആയിരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും അപ്പാപ്പൻ്റെ പേരുള്ള ആ കപ്പ് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കും. ഇതെൻ്റെ വാക്കാണ്, ഓക്കെ? കോട്ടയം കരയെ കുളിര് കോരി ധരിപ്പിച്ചുകൊണ്ട് പട്ടി കടിച്ച് ചത്തുപോയ നമ്മുടെ പട്ടി നയിക്കുന്ന ഈ വാഹനങ്ങളിലാണ് കാണികളെ ഇതാ വീണ്ടും ആ പഴയ നാണോന്ന് പറഞ്ഞൊരു സാധനം എടുത്തോട്ട് പോയിട്ടല്ലേ? 10-30 വയസ്സായാലും ചീപ്പ് പരിപാടിയൊക്കെ നിർത്തിക്കൂടെ? എടാ മറ്റേ റെഫറിക്ക് കളി അറിയത്തില്ലടാ. ആ നാട്ടുകാരുടെ കൂലണ്ടപ്പോ തോന്നി. അല്ല നീ എന്നെ എവിടെ? കോളേജിൽ പോവാ. കോളേജിലേക്കോ? നീ വല്ലപ്പോഴൊക്കെ വഴിക്കൊന്ന് പോണല്ലോ. അതെ, നിന്റെ ഒരു ഫ്രണ്ട് ഇല്ലേ, ഒരു പ്രൊഡ്യൂസർ ഉണ്ണി? അയാൾ പടം എടുക്കുമല്ലേ? നീ വിചാരിച്ച എനിക്ക് എല്ലാ റോള് കിട്ടുമോ? പിന്നെ ഉണ്ണിയേട്ടൻ നമ്മുടെ ചങ്കല്ലേ? ചങ്കാണ്. ചങ്കാണ്. നീ കുറച്ച് ന്യൂ പിക്സ് അയച്ചാൽ മതി, എല്ലാം സെറ്റാക്കാം. ന്യൂഡ് പിക്സോ? ന്യൂഡല്ല, ന്യൂ പിക്സ്. ഉറപ്പാണല്ലോ അല്ലേ? പിന്നെ ഈ മോട്ടി പറഞ്ഞതാ. പറഞ്ഞതായാ മതി. അപ്പോ അല്ല മാഡം എന്താ ഈ വഴിക്ക്?
അല്ല പരീക്ഷ എഴുതാനായിട്ട്. ഓ പരീക്ഷ എഴുതാൻ വന്നാണോ? വളരെ നേരത്തെയാണല്ലോ വന്നത്. സർ ആക്ച്വലി എൻ്റെ ഹോസ്റ്റലിൽ ഒരു കുട്ടിക്ക് വയ്യായിരുന്നു, അപ്പോൾ അത് അവളുടെ നോ 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 നോ. പ്ലീസ് 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 പറ്റത്തില്ല, ഇറങ്ങി പോടി. എൻ്റെ പൊന്ന് സാറല്ലേ പ്ലീസ്. കയറി പോടി. താങ്ക് യു സർ. താമസിച്ച് വന്നിട്ട് ഉടായിപ്പോല്ലാം കാണിച്ചാലുണ്ടല്ലോ. ടൈം തീരാറായി. അറിയാവുന്നതൊക്കെ വേഗം എഴുതിക്കോ. ഒരൊറ്റ മിനിറ്റ് ഞാൻ എക്സ്ട്രാ തരത്തില്ല. ഞാൻ വേണം വിളിച്ചാൽ എഴുതണം അങ്ങോട്ട്. പരീക്ഷ എഴുതാൻ വന്നേക്കും. എനിക്കിങ്ങ് വേണ്ട പൊടി. നന്നായ നിന്റെ പണി കഴിഞ്ഞടാ. ചുഴലി ഒരുപാട് ചുഴലി കണ്ടതാ ഞാൻ. കേട്ടാ കഴിഞ്ഞോ? കഴിഞ്ഞടാ. ഇങ്ങോട്ട് വാടാ. നിന്റെ അടുത്താ നിന്റെ കളി. അവൻ കൂട്ടിനിക്കർ വിട്ടുണ്ട് വന്നേക്കുന്നവൻ. സാറിലെ ഒന്ന് നിൽക്ക് സാറേ. ഞാൻ എടി പോടി. സത്യമായിട്ടും കോപ്പി അടിച്ചിട്ടില്ല. ഞാൻ അറിയാതെ ഫോൺ അവിടെ വെച്ചതാ സാർ. പ്ലീസ് പ്രശ്നം ഉണ്ടാക്കുക സാർ. പ്ലീസ് എൻ്റെ പേപ്പർ ഒന്ന് തരുമോ പ്ലീസ്? ഞാൻ നിന്റെ ആ ലോക്കൽ ഗാർഡിയൻ ഉണ്ടല്ലോ, ആ കന്യാസ്ത്രീ, അവരെ ഒന്ന് കാണട്ടെ. ഒന്ന് വിളിക്കുന്നുണ്ട് ഞാൻ അവരെ. അവിടെ ഒരു മൊബൈൽ നിന്റെ ചേട്ടൻ കാരണം എന്താടോ കോപ്പേ? നീ എവിടെയായിരുന്നു? ഞാൻ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. നീ കാരണം എന്നെ പിടിച്ചു. എവിടെ പഠിച്ചു? ഒറ്റ ചവിട്ട് വെച്ചിരുന്നു ഞാൻ. എന്താ കാര്യം? പിന്നെ എടി ഞാൻ വിളിച്ചത് നമ്മുടെ ഉണ്ണിയേട്ടനല്ലേ പ്രൊഡ്യൂസർ. ഉണ്ണിയേട്ടനോട് ഞാൻ സംസാരിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ പുതിയ പടത്തിലെ നായികരെന്നറിയോ? ഈ നാടിന്റെ സ്വന്തം അഭിമാനമായ നാൻസി റാണി. ഒന്ന് പോടാ. ചില കാര്യം കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞു ഉണ്ണിച്ചേട്ടൻ തള്ളിക്കളയാൻ പറ്റുമോ? ആ എന്നിട്ട് പക്ഷെ എൻ്റെ ഇടി നീ അങ്ങോട്ടൊന്ന് ചെല്ല്. അയാൾ മറ്റേ ഹോട്ടൽ നാഷണൽ പാർക്കിലുണ്ട്. നാളെ അഭിനയിച്ച് തകർക്കുന്നു. ഏയ് ഹോട്ടലൊന്നും പോകാൻ പറ്റത്തില്ല. അന്ന് ശരിയാത്തില്ല. ഡീ നീ അങ്ങോട്ട് ചെല്ല്. ഒരു കുഴപ്പമുണ്ടാകാൻ പോകുന്നില്ല. ട്രസ്റ്റ് മീ. ഓക്കെ, യു വിൽ നോട്ട് ബി ഡിസപ്പോയിന്റഡ് മൈ ലേഡി. ഓക്കെ